ആദിവാസി കുഞ്ഞുങ്ങളോടുള്ള അവഗണനയിൽ ഇടപെട്ട് സാമൂഹ്യനീതി വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി ബിന്ദു കൃഷ്ണ. അച്ചൻകോവിലിൽ നടന്നത് ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമെന്ന് മന്ത്രി. പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയെന്നും അന്വേഷിച്ച് നടപടിയെടുക്കുമെന്നും മന്ത്രി ഉറപ്പു നൽകി. കുട്ടികളുടെ തുടർ പരിചരണം ബന്ധപ്പെട്ട വകുപ്പുകൾ സംയോജിച്ച് നടത്തേണ്ടതെന്നും വേണ്ടത് ചെയ്യുമെന്നും ബിന്ദു കൃഷ്ണ വ്യക്തമാക്കി. ആദ്യം DMOയെ വിളിച്ച് എത്രയും പെട്ടെന്ന് അവർക്ക് ആരോഗ്യ രംഗത്ത് ആരോഗ്യ ശുശ്രൂഷ നൽകാൻ, ആ കാര്യം കുഞ്ഞിൻ്റെ ആരോഗ്യം ആദ്യം ശ്രദ്ധിക്കാൻ വേണ്ടി നിർദ്ദേശം നൽകി. എന്തുകൊണ്ടത് സംഭവിച്ചു? നമ്മുടെ സംസ്ഥാനത്ത് സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും കാര്യങ്ങൾ നോക്കാൻ പ്രത്യേകമായ ഡിപ്പാർട്ട്മെൻ്റ് ഉണ്ട്. അതോടൊപ്പം തന്നെ ഓരോ ദുർബല വിഭാഗങ്ങളെ പ്രത്യേകമായി സംരക്ഷിക്കുന്നുള്ള നിരവധിയായ പദ്ധതികളുണ്ട്. ട്രൈബൽ പ്രൊമോട്ടർ ഉള്ളതാണ്, പക്ഷേ ട്രൈബൽ പ്രൊമോട്ടർ അങ്ങോട്ട് ചെന്നിട്ടേ ഇല്ലെന്നാണ് ഇപ്പോൾ കിട്ടിയ വിവരം. ഇത്ര അനാസ്ഥയാണ്. അപ്പോൾ തന്നെ വകുപ്പ് മന്ത്രി ശ്രീമതി തുളസി ടീച്ചറിനോട് ആ വിവരം ധരിപ്പിക്കുകയും ആ വീഴ്ച വരുത്തിയ ഉദ്യോഗസ്ഥർ ആരായാലും അവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അന്വേഷണം ഉണ്ടാവും, നടപടി ഉണ്ടാവും. അമ്മയ്ക്ക് മുലപ്പാൽ കുറവായതിനെ തുടർന്ന് കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളം നൽകേണ്ടി വന്ന ആദിവാസി ദമ്പതികളുടെ ദുരവസ്ഥ ബിഗ് ടിവിയാണ് പുറം ലോകത്തേക്ക് എത്തിച്ചത്. അരുൺരാജാണ് വിവരങ്ങളുമായി ചേരുന്നത്. അരുൺരാജ്, മന്ത്രി ഇടപെട്ടിരിക്കുന്നു, ഇനി സിസ്റ്റം അനങ്ങി തുടങ്ങുമായിരിക്കുമല്ലേ? ലക്ഷ്മി, ഇപ്പോൾ വകുപ്പ് മന്ത്രി അടക്കം ഈ കുട്ടികളുടെ അടക്കം വകുപ്പ് മന്ത്രിയാണ് ബിന്ദു കൃഷ്ണ. മന്ത്രി ഇപ്പോൾ ഇടപെട്ടിട്ടുണ്ട്. ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തു വന്ന വാർത്ത അതിൽ ഗൗരവമുണ്ട് എന്നുള്ളതാണ് മന്ത്രി പറഞ്ഞത്. ഈ വിഷയത്തിൽ SC പ്രൊമോട്ടർ അവിടേക്ക് എത്തിയിട്ടില്ല എന്ന വിവരമാണ് തനിക്ക് ലഭ്യമായിട്ടുള്ളത്. വിഷയത്തിൽ അടിയന്തരമായി അന്വേഷണ റിപ്പോർട്ട് നൽകാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് DMOയ്ക്ക് അടക്കം നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് മന്ത്രി ബിന്ദു കൃഷ്ണ വ്യക്തമാക്കിയത്. മറ്റൊരു കാര്യം കൂടി വകുപ്പ് മന്ത്രി പറഞ്ഞു, അന്വേഷിച്ച് നടപടി തന്നെ എടുക്കും ഇക്കാര്യത്തിൽ എന്നുള്ളതാണ്. അതായത് ശക്തമായ നടപടിയിലേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നു. ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത സംഭവമാണ്. കേരളം പോലുള്ള സ്ഥലത്ത് അത്തരം സംഭവങ്ങൾ ഉണ്ടായതിൽ അത് ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടിയാണ് ഇനി വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കുട്ടികൾക്ക് അത് തുടർന്നുള്ള പരിചരണം അടക്കമുള്ള കാര്യങ്ങളിൽ അത് വകുപ്പുകൾ ഏകോപിപ്പിച്ച് അക്കാര്യത്തിൽ തീരുമാനത്തിലേക്ക് പോകും എന്നുള്ളതും ബിന്ദുകൃഷ്ണ വ്യക്തമാക്കുന്നു. അതേസമയം വിശദീകരണവുമായി ഈ SC പ്രൊമോട്ടർ രംഗത്ത് വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളിൽ തന്റെ പരിധിയിലേക്ക് വന്ന കാര്യങ്ങൾ താൻ പരിഗണിച്ചിരുന്നു, അതിനപ്പുറമുള്ള കാര്യങ്ങളെക്കുറിച്ച് തനിക്കറിയില്ല എന്നുള്ളതാണ്. പക്ഷേ അതേസമയവും അവർ പറയുന്നത് ഈ അപേക്ഷ നൽകിയിട്ടില്ല എന്ന വാദം തന്നെ അവർ മുന്നോട്ട് വെക്കുകയാണ്. ഈ ആദിവാസി സെറ്റിൽമെന്റ് അടക്കമുള്ള സ്ഥലങ്ങളിൽ SC പ്രൊമോട്ടർക്ക് വലിയ റോളാണുള്ളത്. പക്ഷേ അത്തരം സ്ഥലങ്ങളിൽ പലപ്പോഴും അവരുടെ ഇടപെടൽ കാര്യക്ഷമമല്ല എന്നുള്ളതാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിച്ച് വ്യക്തമാക്കുന്നത്. ഇപ്പോൾ ഞാൻ അല്പസമയം മുമ്പ് ജില്ലാ കളക്ടറും അതുപോലെ തന്നെ സബ് കളക്ടറുമായി അടക്കം ഈ വിഷയം സംസാരിച്ചിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച മറുപടി ഇങ്ങനെയാണ്. സബ് കളക്ടർ നമ്മളോട് തന്നെ പറഞ്ഞിരിക്കുന്നത്, ഈ വിഷയത്തിൽ TDOയ്ക്കും അതുപോലെ തന്നെ ADM-നും ഈ വിഷയം ഇപ്പോൾ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഇവരുടെ റിപ്പോർട്ടിന് വേണ്ടി തങ്ങൾ കാത്തിരിക്കുകയാണ് എന്നുള്ളതാണ് ഡെപ്യൂട്ടി കളക്ടർ നമ്മളോട് തന്നെ വിശദീകരിച്ചിട്ടുള്ളത്. ഈ വിഷയം അവരെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ഈ ഇത്തരത്തിൽ സംഭവങ്ങൾ ഈ ആദിവാസി ഊരുകളിൽ ആദിവാസി ഇടങ്ങളിൽ ഉണ്ടാകുന്നത് അത് അതീവ ഗൗരവത്തോടെ വകുപ്പ് കാണുന്നു, അതുപോലെ തന്നെ സർക്കാർ കാണുന്നു എന്നുള്ളതാണ് ഡെപ്യൂട്ടി കളക്ടറും വ്യക്തമാക്കിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം കൂടി നമുക്ക് മുന്നിലേക്ക് എത്തിയിട്ടുണ്ട്, അതിലേക്ക് പോവാം. ഇവർക്ക് വിളിച്ചാൽ ഫോൺ കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ ഫോണ് വിളിച്ചാൽ കിട്ടുന്നവർക്കൊക്കെ പിന്നെ ഞാൻ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. 1-2 പേര് വിളിച്ചാൽ കിട്ടുന്നില്ല, അത് വീണ്ടും ശ്രമിക്കാത്തത് കൊണ്ടായിരിക്കാം ഒരു പക്ഷേ കിട്ടാത്തത്. പക്ഷേ എന്നെ വിളിച്ചാൽ കിട്ടുന്നവർക്കൊക്കെ അവർക്ക് വേണ്ട അത്യാവശ്യ കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അവർ ഏത് പാതിരാത്രി വന്ന് വിളിച്ച് വണ്ടി കാര്യങ്ങൾ സംസാരിക്കുകയോ ഹോസ്പിറ്റലിൽ സംബന്ധമായിട്ട് വന്നാലും ഞാൻ വണ്ടി വിളിച്ചു കൊടുക്കുകയും അതിനുവേണ്ടി സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ അഞ്ജു സുനിൽ ദമ്പതികളുടെ അവർക്ക് ആ കുട്ടിക്ക് വയ്യാന്നും പറഞ്ഞന്ന് വൈകുന്നേരം രാത്രിയിൽ എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. വിളിച്ചതിന് ശേഷം ഞാൻ അവർക്ക് പിന്നെ ആ കുട്ടി അച്ചൻകോവിലല്ലായിരുന്നു, സത്യത്തിൽ പറഞ്ഞാൽ അവർ മുള്ളുമലയിലായിരുന്നു താമസിക്കുന്നത്. പ്രഗ്നൻ്റ് ആയത് മുതൽ മുള്ളുമലയിൽ തന്നെയാണ് താമസിച്ചിരുന്നത്. അന്ന് എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ വണ്ടി വിളിച്ചു കൊടുത്തില്ല. കാര്യം മുള്ളുമല പ്രൊമോട്ടർ വേറെ ആയതുകൊണ്ട് എനിക്ക് എവിടുന്ന് അച്ചൻകോവിൽ നിന്ന് വണ്ടി വിട്ടു കൊടുക്കാൻ പറ്റത്തില്ലായിരുന്നു. അപ്പോൾ മുള്ളുമല പ്രൊമോട്ടറിനെ വിളിച്ച് അറേഞ്ച് ചെയ്തു. ആ സമയത്ത് പാതിരാത്രി ഞാൻ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലിൽ വന്നായിരുന്നു. അവിടുന്ന് റെഫർ ചെയ്യുന്നതിന് വരെ ഞാൻ പുനലൂർ താലൂക്ക് ഹോസ്പിറ്റലുണ്ടായിരുന്നു. റെഫർ ചെയ്തതിന് ശേഷം 12 മണിക്ക് ശേഷമാണ് ഞാൻ ഇവിടുന്ന് പോകുന്നത് വീട്ടിലേക്ക്. അരുൺ, ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അച്ചൻകോവിൽ SC പ്രൊമോട്ടറുടെ പ്രതികരണമാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവരുടെ പ്രതികരണത്തിൽ നിന്ന് അവരുടെ പരിധിയിലല്ലേ വരുന്നത് ഈ ദമ്പതികൾ?
ലക്ഷ്മി, ഇതിൽ ഏറ്റവും അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, നമ്മൾ കഴിഞ്ഞ വാർത്തയിലും സൂചിപ്പിച്ചിരിക്കുന്നു. അവർ ഒരു നിയമത്തിന്റെ നൂലാമാലകൾ മാത്രമാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഈ റസിയെ ഞാൻ തന്നെ വിളിച്ചു പലതവണ. ഈ വാർത്ത നമ്മൾ കിട്ടിയ ശേഷം പലതവണ റസിയെ നമ്മൾ ബന്ധപ്പെട്ടതാണ്. പക്ഷേ റസിയ ഫോൺ എടുത്തിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഒടുവിൽ നമ്മുടെ പ്രാദേശിക ലേഖനെ അവരുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടാണ് നമ്മൾ ഈ പ്രതികരണം പോലും എടുത്തിരിക്കുന്നത്. അത് അത്തരത്തിൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ള പരാതി അത് നമ്മൾ വിളിച്ചപ്പോഴും നമുക്ക് ബോധ്യപ്പെട്ടതാണ്. രണ്ടാമത്തെ കാര്യം, അവർ ചെയ്തു എന്ന് പറയുന്ന കാര്യങ്ങൾ ആശുപത്രിയിൽ കൊണ്ടുപോകാൻ വേണ്ട സഹായങ്ങൾ ചെയ്തുവെന്നാണ്. പക്ഷേ ഈ കുടുംബത്തിന്റെ, ഈ ദമ്പതികളുടെ ആരോപണം അതല്ല. ഈ പ്രസവത്തിന് ശേഷവും അതിനു മുമ്പും വേണ്ടത്ര സഹായം, ഈ സാമ്പത്തിക സഹായം അടക്കം ഇക്കാര്യത്തിൽ SC വകുപ്പ് നൽകുന്നുണ്ട്, ബന്ധപ്പെട്ട വകുപ്പിൽ നിന്ന് ലഭ്യമാക്കേണ്ടതുണ്ട്. പക്ഷേ ഈ പരിധിയിൽ ഇവർ നൽകിയില്ല. അതിനിവർ പറയുന്ന വാദം അവർ മറ്റൊരിടത്തേക്ക് താമസം മാറി എന്നുള്ളതാണ്. പക്ഷേ അത് അങ്ങനെയല്ല. നമ്മൾ മന്ത്രിയോടടക്കം സംസാരിച്ചിരുന്നു. ഇപ്പോൾ ഏത് സ്ഥലത്താണ് താമസിക്കുന്നത് ആ SC പ്രൊമോട്ടറാണ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു നീക്കുപോക്ക് നടത്തേണ്ടത്, അല്ലെങ്കിൽ ഈ ഫയലുകളിലടക്കം കാര്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇവർക്ക് ആവശ്യമായ സഹായം നൽകേണ്ടത്. അവർക്ക് ചികിത്സയ്ക്ക് ആവശ്യമായ രീതിയിൽ മറ്റൊരിടത്തേക്ക് മാറാം. അല്ലെങ്കിൽ ഗർഭകാലമാണ്, സ്വാഭാവികമായും അടുത്ത ആശുപത്രി എവിടെയാണോ ആ സ്ഥലത്തേക്ക് അവർക്ക് താമസം മാറാം. പക്ഷേ താമസം മാറുമ്പോഴും താൽക്കാലികമായിട്ടാണ് മാറുന്നത്. പക്ഷേ അവരുമായി, ഈ പറയുന്ന ഗർഭിണിയുമായി സ്വാഭാവികമായി ക്ലോസ് ടു കോണ്ടാക്ട് വെക്കേണ്ടതാണ്. ഈ ക്ലോസ് ടു കോണ്ടാക്ട് വെക്കണം എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായി ഉള്ളത്. അത് ചെയ്തിട്ടില്ല SA പ്രൊമോട്ടർ എന്നുള്ളതാണ് ഇതിൽ അന്വേഷണത്തിലും നമ്മുടെ അന്വേഷണത്തിലും അടക്കം വ്യക്തമാകുന്നത്. അതുപോലെ ഏറ്റവും പ്രധാനം, ഈ ഗർഭകാലഘട്ടത്തിന് ശേഷം ആവശ്യമായ പരിചരണം ഈ കുട്ടിക്ക് നൽകിയിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പലതവണ അവർ വിളിച്ചു. പക്ഷേ അവിടേക്ക് എത്തുവാനോ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇടപെടാനോ ഇവർ ചെയ്തില്ല എന്നുള്ളതാണ്. ആ പരാതി ഇപ്പോഴും നിലനിൽക്കുന്നു. ഈ വകുപ്പ് മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട പ്രാഥമിക അന്വേഷണം നടത്തിയപ്പോഴും ഇതിൽ ചില വ്യക്തതകളുണ്ട്, ചില കാര്യങ്ങളിൽ സത്യമുണ്ട് എന്ന് മനസ്സിലാക്കിയതിന്റെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണത്തിന് ഇപ്പോൾ നിർദ്ദേശം നൽകിയിട്ടുള്ളത്. ഏതായാലും വലിയ അനാസ്ഥ തന്നെയാണ് നടന്നിരിക്കുന്നത്. കൊല്ലം അച്ചൻകോവിലാണ് കുഞ്ഞുങ്ങളോട് ഇത്തരത്തിൽ അനാസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഏതായാലും ആ വിഷയത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ഇടപെടുകയാണ്. മുലപ്പാലില്ലാത്ത ഇരട്ട കുഞ്ഞുങ്ങൾക്ക് തിളപ്പിച്ചാറിയ വെള്ളമാണ് ആ ദമ്പതികൾ കൊടുക്കുന്നത്. SC പ്രൊമോട്ടറാണെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഫോൺ വിളിക്കുമ്പോൾ പോലും എടുക്കാത്ത സ്ഥിതിയാണ് ഉള്ളത്. അരുൺരാജാണ് വാർത്തയുടെ വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും സർക്കാർ തലത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. ഇനി ആ സിസ്റ്റം ഒന്ന് അനങ്ങി പ്രവർത്തിക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.